സ്വാഗതം. സയന ടാരക്കാട് വൈനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ഹീലിംഗ് വൈബുകളാണ് താങ്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഡയന കൂപ്പർ എഴുതിയ യൂണിക്കൺസ് കാർഡുകൾ വെച്ച് നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ 3 കാർഡുകൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളിൽ താങ്കൾക്കുള്ള ഒരു ഹീലിംഗ് വൈബായിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് എന്തൊക്കെയാണ് അവ എന്ന് ചോദിച്ച് നോക്കാം. എത്രത്തോളം നമ്മുടെ ആശയമായിട്ട് ഈ കാർഡുകൾ റെസനേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന കാർഡാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഹീലിംഗ് വൈബ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഭക്ഷണം എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കാർഡ് നമ്മളോട് പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ഉറങ്ങുന്നതിനെക്കാളും മുമ്പ് നമ്മളൊരു 3 ബ്ലെസ്സിങ് ഇന്നുണ്ടായ ഒരു 3 നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് ആ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് കിട്ടും. രണ്ടാമത്തെ ഹീലിംഗ് വൈബ്സ് എന്താണ് വരുന്നത് ചോദിച്ചാൽ നമുക്ക് വന്നിരിക്കുന്നത് ഹോപ്പ് എന്ന് പറയുന്ന കാർഡാണ്. ഹോപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കാർഡാണ്. അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി തൻ്റെ എല്ലാ പ്രതീക്ഷയോടും കൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഈ കാർഡിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് നമ്മളോട് പറയുന്നത് കണ്ണു തുറന്ന് നോക്കൂ, താങ്കൾക്ക് വേണ്ട ഒരു ഇത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്, ഒരു മാറ്റം. അപ്പോൾ നമ്മളിലേക്ക് വരുന്നൊരു ഇതെന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ഹീലിംഗ് വൈബാണ്. അപ്പോൾ നമ്മൾ കണ്ണുകളടച്ചുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് ചുറ്റും ഒരു മഞ്ഞപ്രകാശം വരുന്ന പോലെ സങ്കല്പിക്കുക. ആ മഞ്ഞപ്രകാശം നമുക്കൊരു മാറ്റത്തിൻ്റെ ഹീലിംഗ് വൈബ് തരുന്നു, നമ്മൾ നല്ലതിലേക്ക് പോകുന്നു എന്ന് ചിന്തിക്കുക. ഇനി മൂന്നാമത്തെ എന്ത് ഹീലിംഗ് വൈബാണ് വരുന്നത് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് ദ യൂണിക്കൺസ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് ദ യൂണിക്കൺസ് എന്ന് പറയുന്നത് ഈ കാർഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ റീഡിങ്ങിൽ ആദ്യമായിട്ടാണ് വരുന്നത്. 43 എന്ന് പറയുന്നത് യു ആർ ബ്ലെസ്ഡ് വിത്ത് ലവ്, കമ്പാഷൻ ആൻഡ് വിസ്ഡം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഒരു ബ്ലെസ്സിങ്ങിൻ്റെ കാർഡ് തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകമ്പ, സ്നേഹം, അതേപോലെ തന്നെ അറിവ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അനുകമ്പയുടെ സ്നേഹത്തിൻ്റെ അറിവിൻ്റെ ബ്ലെസ്സിങ്ങാണ് മൂന്നാമത് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണുകളടച്ച് ഒരു സെക്കൻഡ് നമുക്ക് ചുറ്റും ഒരു വെളുത്ത പ്രകാശം, ഒരു ഓറ വരുന്ന പോലെ നമ്മൾ സങ്കല്പിക്കുന്നു. അതിലൂടെ നമുക്ക് അനുകമ്പയും സ്നേഹവും നമ്മൾ ആഗ്രഹിക്കുന്ന ജ്ഞാനവും നമ്മളിലേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുന്നു. ഈ 3 കാര്യങ്ങളും ഓർത്ത് ഒരു 3 ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് താങ്കൾ ഉറങ്ങിക്കോളൂ. താങ്കൾക്ക് ശുഭരാത്രി. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.